ഹായ് ഹലോ വെൽക്കം ടു മൈ ചാനൽ കടുത്ത കിളിക്കൂടിൻ്റെ പുതിയൊരു എപ്പിസോഡ് നോക്കിയാലോ. ആരെങ്കിലും ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുതേ. അങ്ങനെ സുധീഷും ഹരീഷും കൂടി ഒരു വിധത്തിൽ നമ്മളെ നീതുവിനെ പുറത്തെത്തിച്ചിട്ടുണ്ട് കേട്ടോ. നീതുവിൻ്റെ ഫ്രണ്ട് ഹരിത വന്നിട്ടുണ്ടെന്ന് പറഞ്ഞിട്ടാണ് നീതു പുറത്തേക്ക് ഇറങ്ങുന്നത്. അമ്മയാണെങ്കിൽ ഇത് കേൾക്കാത്ത പേരാണല്ലോ, അങ്ങനെ ഒരു ഹരിത എന്ന് പറഞ്ഞൊരു ഫ്രണ്ട് ഉണ്ടോ എന്നുള്ള ഒരു സംശയം അമ്മയുടെ മനസ്സിലുണ്ട്. ആരാന്ന് ചോദിക്കുമ്പോൾ നീതുവിനും ചെറിയൊരു ഡൗട്ട്, ഇനി ഹരീഷ് എങ്ങാനാണെങ്കിലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ എന്തായാലും നീതു അഭിനയിച്ച് തകർക്കുന്നുണ്ട്. ആ ഹരിത അമ്മ എൻ്റെ ഫ്രണ്ട്, അവളെ തന്നെ പുറത്തിരിക്കുന്നത്, ഇങ്ങോട്ട് വന്നിട്ടെന്ന് ചോദിക്കുമ്പോൾ അവൾക്ക് കാലിന് ചെറിയൊരു സ്വാധീനക്കുറവുണ്ട്, അതുകൊണ്ടാണെന്നാണ് പറയുന്നത് കേട്ടോ. അങ്ങനെയാണെങ്കിൽ നീ അവളെ ഇങ്ങോട്ട് വിളിച്ചു കൊണ്ടുപോവാ, ഇവിടുന്ന് സംസാരിക്കാമല്ലോ എന്ന് പറയുമ്പോൾ ഞാൻ വിളിച്ചു കൊണ്ടുവരാമെന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നീതുവും അതുപോലെ തന്നെ അവളെ വിളിക്കാൻ വേണ്ടി വന്ന രേഷ്മ ഉണ്ടല്ലോ, അവളും കൂടി പുറത്തേക്ക് ഇറങ്ങുന്നുണ്ട്. അങ്ങനെ പുറത്തേക്ക് ഇറങ്ങി റോഡിലേക്ക് നിൽക്കുമ്പോഴാണ് ഹരീഷിനെ കാണുന്നത് കേട്ടോ. സന്തോഷം കൊണ്ട് നമ്മളെ നീതു ഓടി ഹരീഷിൻ്റെ അടുത്തേക്ക് പോകുന്നുണ്ട്. എന്നിട്ട് സുധീഷിനോടെ കാണുമ്പോൾ നീ എന്താ ചേട്ടനെയും കൂട്ടി വന്നിട്ട് ഉള്ളതെന്ന് ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട് കേട്ടോ, ഓ ഞാനുള്ളത് കൊണ്ട് നിനക്ക് അവനെ കാണാൻ പറ്റി, അല്ലെങ്കിൽ കാമുകൻ പോയേനെ പേടിച്ചിട്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്നാൽ ഒന്ന് മാറി നിൽക്കോ, പേഴ്സണൽ കാര്യം പറയാനുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ സുധീഷ് അവിടെ നിന്ന് മാറുന്നുണ്ട്. അന്നേരം നമ്മളെ നീതു അപ്പോൾ തന്നെ നമ്മളെ ഹരീഷിനെ കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. അതിനു മുൻപ് തന്നെ ഹരീഷ് ചോദിക്കുന്നുണ്ടായിരുന്നു, നിനക്ക് എങ്ങനെയുണ്ട്, വീട്ടുകാർ അടിച്ചോ എന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ ഓക്കെയാണ്, കുഴപ്പമൊന്നുമില്ല, അടിയൊക്കെ ഉണ്ടെന്ന് പറയുന്നുണ്ട്. എന്തായാലും സന്തോഷം കൊണ്ടും പിന്നെ ഇത്രയും ദിവസം വിളിക്കാൻ പറ്റാത്തതിൻ്റെ ഒരു പ്രശ്നം കൊണ്ടും നന്നായിട്ട് മിസ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. അപ്പോൾ ആ ഒരു സന്തോഷം കൊണ്ടാണ് ഹരീഷിനെ പെട്ടെന്ന് നമ്മളെ നീതു കെട്ടിപ്പിടിക്കുന്നുണ്ട്. ഹരീഷിന് പെട്ടെന്ന് അങ്ങോട്ട് കെട്ടിപ്പിടിച്ചപ്പോൾ എന്തോ അതും ഒരു പബ്ലിക് സ്പേസിൽ നിന്ന് അവനും അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റിയില്ല. തിരിച്ചൊന്ന് പിടിക്കണം എന്നുണ്ട്, പക്ഷെ ഒരു പേടിയും പിന്നെ ആളുകൾ കാണുമെന്നുള്ള ഭയം എല്ലാം ഹരീഷിൻ്റെ മനസ്സിലുണ്ട് കേട്ടോ. എന്തായാലും ഹരീഷും ഒന്ന് പിടിച്ചേക്കാന്ന് വിചാരിച്ച് പിടിക്കാൻ വേണ്ടി നിൽക്കുമ്പോഴായിരിക്കും നമ്മളെ നീതുവിൻ്റെ ഏട്ടൻ ഇങ്ങനെ സ്കൂട്ടിയിൽ വരുന്നുണ്ടായിരിക്കും കേട്ടോ. പെട്ടെന്ന് വീടിൻ്റെ വളവിലേക്ക് തിരിയാൻ നിൽക്കുമ്പോഴായിരിക്കും ഈ ഒരു കാഴ്ച കാണുന്നത്. പെട്ടെന്ന് തന്നെ വണ്ടി നിർത്തി വന്ന് നമ്മളെ നീതുവിനെ അടിക്കുന്നുണ്ട് കേട്ടോ. എന്താടി നാണം കെടുത്താൻ വേണ്ടി കാണിച്ചു കൂട്ടുന്നത്, നടു റോട്ടിൽ വെച്ചിട്ടെന്നൊക്കെ പറഞ്ഞിട്ട് അടിച്ച് വലിച്ചു കൊണ്ടുപോകുന്നുണ്ട്. ഹരീഷാണെങ്കിൽ തടഞ്ഞ് നിർത്താൻ വേണ്ടി ശ്രമിച്ചെങ്കിലും പറ്റിയില്ല. പിന്നീട് നമ്മളെ സുധീഷ് വന്നിട്ട് പറയുന്നുണ്ട് കേട്ടോ, റോഡിൽ വെച്ച് കെട്ടിപ്പിടിക്കുന്നത് കണ്ടു കഴിഞ്ഞാൽ പിന്നെ ആങ്ങളെ പിടിച്ചുകൊണ്ട് പോയില്ല എന്ന് തന്നെ ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ നീതുവിനെ പിടിച്ചുകൊണ്ട് പോകുന്നുണ്ട് കേട്ടോ. അങ്ങനെ വീട്ടിലേക്ക് പോയി കഴിഞ്ഞതിന് ശേഷം അവൾക്ക് നന്നായിട്ട് എന്തായാലും സ്വാഭാവികമായിട്ട് അടിയൊക്കെ കിട്ടും. എന്തായാലും ചേട്ടൻ്റെ അടുത്ത് നന്നായിട്ട് കിട്ടുന്നുണ്ട്. അങ്ങനെ അമ്മയോട് പറയുന്നുണ്ട് കേട്ടോ, അവർക്കൊന്നും അറിയില്ല സംഭവം, അവൾ ഫ്രണ്ടിനെ കാണാൻ പോയതാണല്ലോ, അപ്പോൾ നിങ്ങൾ എന്തിനാ അവളെ പുറത്തേക്ക് വിട്ടത്, ഞാൻ പറഞ്ഞതല്ലേ പുറത്തേക്ക് വിട്ടിരുന്നെന്ന് പറയുമ്പോൾ അമ്മ പറയുന്നുണ്ട് കേട്ടോ, അവളുടെ ഒരു ഫ്രണ്ട് ഹരിത കാണാൻ വന്നിട്ട് പോയതാണെന്ന്. ഹരിത കാണാൻ വന്നത് ഹരീഷും അവൻ്റെ ചേട്ടനും കൂടിയാണെന്ന് പറയുന്നുണ്ട്. ഇത് കേട്ട പാതി കേൾക്കാത്ത പാതി അവളെ അമ്മ നന്നായിട്ട് അവളെ അടിക്കുന്നുണ്ട്. അവളെ ഇങ്ങനെ അടിക്കുന്നത് കാണുമ്പോൾ അവളുടെ അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, ആദ്യം നീ ഒന്ന് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി എന്നിട്ട് അടിക്കാൻ നിൽക്കുക, ആദ്യം തന്നെ കയറി അടിക്കില്ലെന്ന് പറയുന്നുണ്ട്. അങ്ങനെ അച്ഛൻ ചോദിക്കുന്നുണ്ട് കേട്ടോ. അച്ഛനാണെങ്കിൽ പാവം സോഫ്റ്റ് ആയിട്ടാണ് ചോദിക്കുന്നത്. ഇത് കാണുമ്പോൾ ചേട്ടന് ദേഷ്യം വരുന്നുണ്ട്. ഓ എടുത്ത് മടിയിലിരുത്തി ചോദിക്കുന്നു പറയുന്നുണ്ട് കേട്ടോ. റോഡിൽ വെച്ചിട്ട് ഇവർക്ക് കെട്ടിപ്പിടിക്കലാണ് പരിപാടി എന്ന് പറയുമ്പോഴേക്കും നമ്മളെ നീതുവിൻ്റെ അമ്മയ്ക്ക് ഭയങ്കര ദേഷ്യം വരുന്നുണ്ട്. നാണം കെടുത്താൻ വേണ്ടിയിട്ട് ജനിച്ച് വളർന്നതാണ്, നീ എൻ്റെ വയറ്റിൽ തന്നെ പിറന്നതാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഇതും കൂടി കേൾക്കുമ്പോൾ ദേഷ്യം വരികയാണ് ചെയ്യുന്നത്. അങ്ങനെ വീണ്ടും വലിയൊരു വടിയൊക്കെ എടുത്ത് അടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര അടിയായി. ചേട്ടൻ്റെ വക അവൾക്ക് അടി കിട്ടുന്നുണ്ട്. അവളാണെങ്കിൽ നന്നായിട്ട് പ്രതികരിക്കുന്നുണ്ട് കേട്ടോ. ചേട്ടൻ അവളെ അടിക്കുമ്പോൾ തിരിച്ച് അവളും അടിക്കുന്നുണ്ട് കേട്ടോ. എൻ്റെ ദേഹത്ത് തൊടാൻ നീ ആരാടാന്നൊക്കെ ചോദിച്ച് തിരിച്ചടിക്കുന്നുണ്ട്. അതുപോലെ തന്നെ അമ്മയോട് പറയുന്നുണ്ട്, ശാസിക്കുന്നതൊക്കെ ശരി, പക്ഷേ എൻ്റെ ദേഹത്തെങ്ങാനും കൈവച്ചാൽ തിരിച്ച് ഞാൻ പറയുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാവുന്നുണ്ട്. അവസാനം അച്ഛൻ പറയുന്നുണ്ട് കേട്ടോ, കുറേ കാലമായി ചെറിയ കുട്ടികൾക്ക് പറഞ്ഞു തരുന്നത് പോലെ ഞാൻ നിനക്ക് പറഞ്ഞു തരുന്നുണ്ട്, ഇനി അവസാനമായിട്ട് പറയാം, ഇനിയും ഞങ്ങളെ നാണം കെടുത്താനാണ് പരിപാടി എങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കോ, അല്ലെങ്കിൽ ഹരീഷുമായിട്ട് ജീവിച്ചോ എന്ന് പറയുന്നുണ്ട്. അതായത് ഹരീഷിനെ മറക്കണം അല്ലെങ്കിൽ വീട്ടിൽ നിന്ന് ഇറങ്ങണം, ഇതാണ് അച്ഛൻ ഉന്നയിക്കുന്ന കാര്യം. എന്തായാലും നീതുവിനെ സംബന്ധിച്ച് ഒരിക്കലും ഹരീഷിനെ മറക്കാനൊന്നും പറ്റില്ല. അവൾ പറയുന്നുണ്ട്, നിങ്ങൾ വിചാരിക്കുന്നത് പോലെ അവരുടെ കുടുംബക്കാർ അത്ര മോശക്കാരൊന്നുമല്ല, നിങ്ങൾക്കുള്ള അഭിപ്രായമല്ല എനിക്കുള്ളതെന്ന് പറയുന്നുണ്ട്. അവരുടെ വീട്ടുകാർ നീ വിചാരിക്കുന്ന പോലെയല്ല മോളെ എന്ന് പറഞ്ഞിട്ട് അച്ഛൻ മോളെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്നുണ്ടെങ്കിലും നീതുവിന് അതൊരിക്കലും അംഗീകരിക്കാൻ പറ്റില്ല. നീതു പറയുന്ന അവർ നല്ല ആൾക്കാരാണ്, എനിക്ക് അവനെ മറക്കാൻ പറ്റില്ല, അവൻ്റെ കൂടെ ഞാൻ ജീവിക്കും എന്ന് പറയുന്നുണ്ട്. ഈ ഒരു കാര്യമാണെങ്കിൽ അച്ഛൻ എനിക്ക് അനുസരിക്കാൻ ബുദ്ധിമുട്ടുണ്ടെന്നും അവൾ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും എന്നെ കൊന്നാലും ഞാൻ ഈ കല്യാണം നടത്തി തരില്ല, അവൻ്റെ കൂടെ ഇനിയും നിനക്ക് കാണാനും അതുപോലെ തന്നെ സംസാരിക്കാനാണ് ഭാവമെങ്കിൽ നീ ഇവിടുന്ന് ഇറങ്ങിക്കോ എന്ന് പറയുന്നുണ്ട്. അത് കേട്ട പാതി കേൾക്കാത്ത പാതി നമ്മളെ നീതു പോയിട്ട് റൂമിൽ വാതിൽ അടച്ചിട്ട് ബാഗ് പാക്ക് ചെയ്യുന്നുണ്ട്. അമ്മ വന്നിട്ട് ഡോറിൽ തട്ടുന്നുണ്ട്, എന്നിട്ടൊന്നും അവൾ ഡോർ തുറക്കുന്നില്ല. അങ്ങനെ അവൾ സാധനമൊക്കെ എടുത്ത് വെച്ച് കഴിഞ്ഞതിന് ശേഷം ഡോർ തുറക്കുന്നുണ്ട്. എന്തായാലും അവളുടെ ബാഗ് എടുക്കലും അതുപോലെ തന്നെ മട്ടും ഭാവമൊക്കെ കണ്ടിട്ട് ആളവിടുന്ന് ഇറങ്ങാനുള്ള ഒരു പരിപാടിയാണെന്ന് ഇവർക്ക് മനസ്സിലാവുന്നുണ്ട്. നീ എങ്ങോട്ടാടി, പറയാൻ കാത്തിരിക്കുമായിരുന്നു പോകാമെന്ന് ചോദിക്കുന്നുണ്ട്. അച്ഛൻ എന്തായാലും 2 ഓപ്ഷൻ വെച്ചല്ലോ, അതുകൊണ്ട് ഞാൻ ആ ഒരു എനിക്ക് പറ്റാത്തൊരു ഓപ്ഷൻ ഒഴിവാക്കി പറ്റുന്നൊരു ഓപ്ഷൻ തിരഞ്ഞെടുത്തു എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും അവരെല്ലാവരും തടയാൻ വേണ്ടിയിട്ട് ശ്രമിക്കുന്നുണ്ട്. എങ്കിലും നീതു ബാഗൊക്കെ പിടിച്ച് വലിക്കുന്നുണ്ട്. പോവാന്ന് തന്നെ തീരുമാനിച്ചു. കാരണം ഹരീഷ് ഇല്ലാതെ എന്തായാലും ജീവിക്കാൻ പറ്റില്ലല്ലോ. നീ ഞാൻ പറഞ്ഞത് അനുസരിക്കില്ലെന്ന് അച്ഛൻ
അച്ഛൻ ചോദിക്കുമ്പോൾ അനുസരിക്കുന്നത് കൊണ്ടാണ് ഞാനിപ്പോൾ ഇവിടുന്ന് ഇറങ്ങുന്നതെന്ന് പറയുന്നുണ്ട്. അങ്ങനെ ചേട്ടനും അതുപോലെ തന്നെ അമ്മയൊക്കെ തടയാൻ നോക്കുന്നുണ്ടെങ്കിലും നീതു കേൾക്കുന്നില്ല. കാരണം എന്തായാലും ഹരീഷിന്റെ കൂടെ ജീവിക്കാൻ ഇവർ അനുവദിക്കില്ല എന്ന് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ഇവിടുന്ന് പോകുന്നതായിരിക്കും നല്ലതെന്ന് തോന്നിയിട്ടാണ് അവളെ ഇറങ്ങുന്നത്. ഇതൊക്കെ കേട്ടിട്ട് നാട്ടുകാരവിടെ കൂടുന്നുണ്ട്. അങ്ങനെ അവരോട് വരെ നമ്മളെ നീതുവിന്റെ അമ്മ ചൂടാവുന്നുണ്ട് കേട്ടോ. നിങ്ങളൊക്കെ എന്ത് കാണാൻ നിൽക്കാന്ന് ചോദിക്കുന്നുണ്ട്. എന്തായാലും നമ്മളെ നീതുവിന്റെ അമ്മയെ പിടിച്ചു വലിച്ച് ഉള്ളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് അഖില് ചോദിക്കുന്നുണ്ട്, നിങ്ങൾ എന്തിനാ അവളോട് ഇവിടുന്ന് ഇറങ്ങാൻ പറഞ്ഞെന്ന് ചോദിക്കുമ്പോൾ അവളോട് പിന്നെ ഞാൻ എന്താടാ പറയാ, എനിക്ക് എന്റെ സാരിത്തുമ്പിൽ അവളെ കെട്ടിയിടാൻ പറ്റുമോ എന്ന് അഖിലിനോട് ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും നീതു അവിടുന്ന് ഇറങ്ങിയിട്ടുണ്ട്. എങ്ങോട്ടാന്നൊക്കെ നമുക്ക് നോക്കാം. എന്തായാലും നമ്മളെ കിളിക്കൂട്ടിലിപ്പോ അവർ ഈ കാര്യം അവതരിപ്പിക്കുന്നുണ്ട്. അതായത് നമ്മളെ സുധീഷും ഹരീഷും അവിടെ നീതുവിന്റെ വീട്ടിൽ പോയി വഴക്കൊക്കെ ഉണ്ടായിന്ന് നമ്മളെ നിധിയുടെ അടുത്തൊക്കെ പറയുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ കേട്ടിട്ട് നിധി പറയുന്നുണ്ട്, നിങ്ങൾ എന്തിനാ കൂടുതലും വഴക്കുണ്ടാക്കാൻ അങ്ങോട്ട് പോയത്, അല്ലെങ്കിൽ തന്നെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായി നിൽക്കില്ല എന്നൊക്കെ ചോദിക്കുമ്പോൾ സുധീഷ് പറയുന്നുണ്ട്, ഇവൻ അവളെ കാണണം എന്ന് തോന്നി അതാണ് പോയത് എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ഇവർ സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് സുഭാഷ് ചേട്ടൻ അങ്ങോട്ട് വരുന്നുണ്ട്. ആ സമയത്ത് നികേഷ് സംഭവം സൂചിപ്പിക്കുന്നുണ്ട് കേട്ടോ. എന്തായാലും ആ സമയത്ത് എല്ലാവരും സംഭവം പറയുമ്പോൾ സുഭാഷ് ചേട്ടനെ എതിർക്കുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ട്, വീണ്ടും വഴക്കുണ്ടാക്കാൻ എന്തിനാ അങ്ങോട്ട് പോയത്, അത് ആ കുട്ടിക്കും കൂടി പ്രശ്നം ഉണ്ടാവുകയല്ലേ ചെയ്യാന്ന് പറയുന്നുണ്ട്. അന്നേരം സുധീഷ് പറയുന്നത് അവളുടെ കയ്യിൽ ഫോണൊന്നുമില്ല, അപ്പൊ ഇവനൊരു പേടി, അവരുടെ ഒരു സ്വഭാവം വെച്ച് അവരെന്തെങ്കിലും ചെയ്യും എന്നൊക്കെ ഇവനൊരു പേടി, അതുകൊണ്ട് കാണാൻ വേണ്ടി പോയതാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. ഞങ്ങൾ അവിടെ പുറത്ത് നിന്ന് കണ്ടിട്ടേ ഉള്ളൂ, അവൾ അങ്ങോട്ട് വന്ന് സംസാരിക്കുകയാണ് ചെയ്തത്. പിന്നെ അതുപോലെ തന്നെ കണ്ട് സംസാരിക്കുന്നതിന്റെ ഇടയിലാണ് അഖിൽ വന്നിട്ട് പ്രശ്നം ഉണ്ടാക്കിയത്, അല്ലാതെ വേറെ കുഴപ്പമൊന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. എന്തായാലും ഇവർക്ക് ഭയങ്കര ടെൻഷൻ ഉണ്ട്, ഇതിന്റെ പേരിൽ ഇനി വേറെ എന്തെങ്കിലുമൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാവുമെന്ന്. ആ സമയത്താണ് നമ്മളെ കിളിക്കൂടിന്റെ ഗേറ്റും തുറന്ന് നമ്മളെ നീതു ബാഗും പിടിച്ച് അങ്ങോട്ട് വരുന്നത്. ആളുടെ വരവ് ഇങ്ങോട്ടായിരുന്നു, വേറെ ഇങ്ങോട്ടും അല്ല. അവളുടെ വീട്ടുകാർ ചോദിച്ചിരുന്നു പോകുന്നതിന് മുൻപ് നീ എവിടെ പോയി ജീവിക്കുമെന്ന് ചോദിച്ചപ്പോൾ അതൊക്കെ ഞാൻ എന്തെങ്കിലും ചെയ്തോണ്ട് നിങ്ങൾ നോക്കേണ്ട കാര്യമില്ല എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എന്തായാലും ആള് വന്നത് ഇങ്ങോട്ടാണ്, കിളിക്കൂട്ടിലേക്കാണ്. അങ്ങനെ നീതുവിന്റെ വരവ് കണ്ട് ഇവരെല്ലാവരും ഷോക്കായിട്ട് നിൽക്കുക കേട്ടോ. വന്ന പാടെ അവള് കയറി ഇരിക്കുന്നുണ്ട്. എന്നിട്ട് നമ്മളെ ഹരീഷ് ചോദിക്കുന്നുണ്ട്, എന്താ നീതു എന്തെങ്കിലും പ്രശ്നം ഉണ്ടോ എന്ന് ചോദിക്കുന്നുണ്ട്. അന്നേരം നീതു എല്ലാം പറയുന്നുണ്ട് കേട്ടോ. നിങ്ങൾ പോയതിന് ശേഷം വീട്ടിൽ വൻ സീനായി, പിന്നെ അടി, അത് പിന്നെ സ്ഥിരം ഉള്ളതാണ്, പക്ഷെ ഇപ്രാവശ്യം കുറച്ച് കൂടുതലാണ്. എൻ്റെ മുന്നിൽ 2 ഓപ്ഷൻസ് വെച്ചു, ഒന്നുകിൽ ഹരീഷിനെ മറക്കണം അല്ലെങ്കിൽ ഇവിടുന്ന് ഇറങ്ങി പോകണം. എനിക്ക് എന്തായാലും ഹരീഷിനെ മറക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് ഞാൻ ഇങ്ങോ ഇറങ്ങി പോകുന്നു എന്ന് പറയുന്നുണ്ട്. എന്തായാലും ഇനി നീതു ഇവിടെ നിൽക്കാമെന്ന് തീരുമാനിക്കുന്നുണ്ട്. പക്ഷേ ഇവർക്കെല്ലാവർക്കും ഇതൊരു പെട്ടെന്നുള്ളൊരു തീരുമാനം ആയതുകൊണ്ട് തന്നെ അക്സെപ്റ്റ് ചെയ്യാൻ കുറച്ച് ബുദ്ധിമുട്ട്. സുധീഷ് ആണെങ്കിൽ ഫുൾ നെവർ മൈൻഡ് ആണ്. വന്ന സ്ഥിതിക്ക് എന്തായാലും കല്യാണം നടത്തണം, അല്ലാതെ അവളെ താമസിപ്പിക്കാൻ പറ്റില്ലല്ലോ, അതുകൊണ്ട് പെട്ടെന്ന് കല്യാണം കഴിക്കണം എന്നൊക്കെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. നിധിയും സുഭാഷ് ചേട്ടനെ കാണുമ്പോൾ ഒന്നും മിണ്ടാണ്ടിരിക്കുക, എന്തിനാ ഇത് തന്നെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. കല്യാണം അല്ല ഒന്നിനുള്ള ഓപ്ഷൻ എന്നൊക്കെ നിധി പറയുന്നുണ്ട്. പക്ഷെ വേറെന്ത് നമ്മൾ ചെയ്യും, പോലീസുകാർ വന്നു കഴിഞ്ഞാൽ ഇവളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോകും. കല്യാണം കഴിഞ്ഞെങ്കിൽ നമുക്ക് അങ്ങനെ പറയാമല്ലോ, അല്ലാത്ത പക്ഷം നമ്മളെങ്ങനെ അവളെ ഇവിടെ താമസിപ്പിക്കും. അവളെന്തായാലും ഹരീഷിന്റെ അടുത്തേക്ക് വന്നതാണല്ലോ വീട്ടുകാരെയൊക്കെ വിട്ടിട്ട്, പിന്നെ കല്യാണം കഴിക്കാന്നല്ലാതെ വേറെ ഓപ്ഷൻ ഇല്ലല്ലോ എന്നൊക്കെ പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് ഹരീഷിനും പേടി കേട്ടോ. പെട്ടെന്നൊരു കല്യാണം എന്നൊക്കെ പറയുമ്പോൾ അവനും ഒരിക്കലും ചിന്തിച്ചിട്ടില്ലല്ലോ. എന്തായാലും ഞങ്ങളൊന്ന് തീരുമാനിക്കട്ടെ എന്ന് നമ്മളെ സുഭാഷ് ചേട്ടൻ പറയുന്നുണ്ട്. മോളൊന്ന് അകത്ത് കയറി ഇരിക്കുന്നു പറയുന്നുണ്ട്. അങ്ങനെ നമ്മളെ നിധി കൊണ്ടുപോയിട്ട് നീതുവിനെ റൂമിൽ ഇരുത്തുന്നുണ്ട് കേട്ടോ. അങ്ങനെ അവരെല്ലാവരും കൂടി ഡിസ്കസ് ചെയ്യുന്നുണ്ട്. ആ സമയത്തും സുധീഷ് ഇത് തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്, കല്യാണം നടത്തണം, കല്യാണം കഴിക്കണം, പെട്ടെന്ന് നമുക്കൊരു അമ്പലത്തിൽ വെച്ച് കല്യാണം നടത്തണം എന്നാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പക്ഷേ സുഭാഷ് ചേട്ടനും നിധിക്കൊന്നും ഇത് അംഗീകരിക്കാൻ പറ്റുന്നില്ല, ഹരീഷിനും പറ്റുന്നില്ല കേട്ടോ. ഹരീഷാണെങ്കിൽ സുധീഷ് ചേട്ടൻ ഒന്ന് ഇവിടെ വന്ന ഒരു കാര്യം ചോദിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് പുറത്ത് പോയിട്ട് സംസാരിക്കുന്നുണ്ട്. അച്ഛനൊക്കെ ഇത് കേട്ട് നിൽക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ പറയുന്നത്, കല്യാണം അല്ലാതെ വേറൊരു ഓപ്ഷൻ ഇല്ലേ സുധീഷ് ചേട്ടാ എന്ന് ചോദിക്കുമ്പോൾ, അല്ലാതെ എന്ത് ഓപ്ഷനാണ് ഉള്ളത്, അവൾ എന്തായാലും നിന്നെ മതി എന്ന് പറഞ്ഞ് ഇറങ്ങി വന്നതാണ്, അപ്പൊ പിന്നെ കല്യാണം അല്ലാതെ നമ്മൾ എന്ത് ചെയ്യും. കല്യാണം കഴിഞ്ഞിട്ടില്ല എന്നുണ്ടെങ്കിൽ അവളുടെ വീട്ടുകാർ പരാതി കൊടുക്കുകയും ചെയ്യും, അവളെ ഇവിടുന്ന് പിടിച്ചോണ്ട് പോവുകയും ചെയ്യും, നമുക്ക് ഒരു ഓപ്ഷൻ ഇല്ല പിന്നെ. പക്ഷെ കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കയ്യിൽ എന്തെങ്കിലുമൊക്കെ പറയാനുണ്ടായിരിക്കും, ഇതിപ്പോ അങ്ങനെയല്ലല്ലോ എന്ന് പറയുന്നുണ്ട്. പക്ഷെ ഇതൊക്കെ കേട്ടിട്ട് നമ്മൾ ഹരീഷിന് ഭയങ്കര ടെൻഷൻ ഉണ്ടോ, പെട്ടെന്നൊരു കല്യാണം. ഹരീഷ് എന്തായാലും ഇപ്പൊ വല്ലാത്തൊരു കൺഫ്യൂഷനിലാണ്, എന്ത് ചെയ്യണം എന്നറിയില്ല. പെട്ടെന്നൊരു കല്യാണം, പിന്നെ നീതുവിനെ അങ്ങനെ പെട്ടെന്ന് വിട്ടുകൊടുക്കാനും പറ്റില്ല, കാരണം വീട്ടുകാർ അവളെ ഇങ്ങനെ തല്ലിച്ചതയ്ക്കുന്നുണ്ടല്ലോ. ഇനിയും അങ്ങോട്ട് വിട്ടുകൊടുത്താലേ അവൾക്ക് എന്തെങ്കിലും സംഭവിക്കും എന്നുള്ള പേടിയുണ്ട്. പക്ഷെ എല്ലാത്തിലും ഉപരി നമ്മളെ ഹരീഷിനുള്ള കാര്യം മറ്റൊരു കാര്യമാണ്, സുഭാഷ് ചേട്ടന്റെ കല്യാണം. ഇനി വരാൻ പോകുന്ന എപ്പിസോഡിൽ അതാണ് കേട്ടോ പറയാൻ വേണ്ടി പോകുന്നത്. എന്തായാലും സുഭാഷ് ചേട്ടൻ കല്യാണം കഴിക്കുന്നതിന് മുൻപ് തന്നെ സുധീഷിന്റെ കല്യാണം കഴിഞ്ഞു അപ്രതീക്ഷിതമായി. ഇനി ഹരീഷിന്റെയും കൂടി കല്യാണം കഴിയുമ്പോൾ സുഭാഷ് ചേട്ടൻ എന്തോ തനിച്ചാവുന്ന പോലെ. എല്ലാവരെക്കാളും മൂത്തത് സുഭാഷ് ചേട്ടനാണല്ലോ, അപ്പൊ ആദ്യം കല്യാണം കഴിക്കേണ്ട ആൾ ഇങ്ങനെ വീട്ടിൽ നിൽക്കുമ്പോൾ എന്തൊക്കെയോ ഒരു മാനസികാവസ്ഥ നമ്മളെ ഹരീഷിനെ അലട്ടുന്നുണ്ട്. അതിന്റെ പിറകെ അച്ഛൻ വന്നിട്ട് പലതും ഹരീഷിനോട് പറയുന്നുണ്ട്. ഇതൊന്നും ഹരീഷിന് പറ്റുന്നില്ല കേട്ടോ, സുഭാഷ് ചേട്ടനെ താത്തി കെട്ടി പറയുമ്പോഴും അതുപോലെ തന്നെ സുഭാഷ് ചേട്ടന്റെ ജീവിതത്തെ തരം താഴ്ത്തി പറയുമ്പോഴും എന്തോ ഹരീഷിന് ഫീൽ ചെയ്യുന്നുണ്ട്. അങ്ങനെ ഹരീഷ് നമ്മളെ അച്ഛന്റെ നേർക്ക് തിരിയുന്നൊക്കെ ഉണ്ട്. ഇതൊക്കെയാണ് വരാൻ പോകുന്ന എപ്പിസോഡിൽ നടക്കാൻ വേണ്ടി പോകുന്നത്. എന്തായാലും ഹരീഷ് നമ്മളെ നീതുവിനെ സ്വീകരിക്കുമോ, അഥവാ എന്തെങ്കിലും ഉപദേശമൊക്കെ കൊടുത്ത് വീട്ടിലേക്ക് തന്നെ തിരിച്ചയക്കുമോ എന്നൊക്കെ ഇനി നമുക്ക് കാത്തിരുന്ന് കാണാം. അപ്പോൾ ആരെങ്കിലും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത്. ഇതുപോലുള്ള റിവ്യൂസിനായിട്ട് ഈ ചാനൽ ഒന്ന് ഫോളോ ചെയ്യും. ബൈ.